വെൽക്കം ടു SIP. അപ്പം നമ്മളിന്ന് പ്രോപ്പർട്ടി ഹണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിലാണുള്ളത്. അപ്പം നമ്മളുള്ളത് ബോസ് ഊരന്നെ ഊരങ്ക പുളിയങ്കുടി. ഓക്കെ, എന്നോട് ഫ്രണ്ട് അബ്ദുള്ളാൻ്റെ ഫ്രണ്ട് ഇതാ. ഓക്കെ, അപ്പം ബാക്കി ഡീറ്റെയിൽ പാക്കലാം. ഇത് സ്റ്റാർട്ട് പഴം കണ്ടോ? അപ്പം ഇതുപോലെ ഫ്രൂട്ട്സുകൾ, അതുപോലെ തേങ്ങ, ഇഷ്ടം പോലെ നിറയെ സാധനങ്ങളാണ്. കമാ ഇതുപോലെ ഫെൻസിങ് കംപ്ലീറ്റ് இந்த 22 ஏக்கர்ல அந்த ஃபென்சிங் இருக்கு. ஓகே, நல்ல ப்ராப்பர்ட்டி தான். കാണാൻ വാങ്ങിയുണ്ട്. അതെ 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 കാണാൻ വേണമെങ്കിൽ നിങ്ങൾ ഫാം ഹൗസ് ആക്കാം. ഓ, ഇതില് ആത്തില് ഇറങ്ങി കുളിക്കുന്നതിനുള്ള വസതികളുണ്ടോ? ഓ, ഇങ്ങ வச்சிட்டு இங்கே ஆனை எல்லாம் வருவோம். ஆனை வரும்னா அதுக்கு இங்கே உள்ளோட்டு கேரி வரத்துல. சந்தீப் முள்ளு இருக்கு, பார்த்து வாங்க. ஓ, இதை காணிச்ச சந்தீப் உண்டு அதோட வால்வு தானே எல்லாம் ஆட்டோமேட்டிக் வெள்ளம் வரும். இந்த மாதிரி வால்வு, ഓട്ടോമാറ്റിക് വാൽവ് എല്ലായിടം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതൊന്നും നനയ്ക്കാൻ വേണ്ടിയൊന്നുമില്ല. എത്ര പണിക്കാരുണ്ട് ഇവിടെ? ഇഷ്ടം പോലെ ഉണ്ട്. ഫുള്ള് 24 hours എല്ലാം അവിടെ സെക്യൂരിറ്റി, അതുപോലെ ഇത് പണി ചെയ്ത ആളെല്ലാം എല്ലാം സോളാർ സിസ്റ്റം ഇருக்கு. കറണ്ട് EP കറണ്ട് ഫ്രീ ആണ്. അതായത് കറണ്ട് ഫ്രീ ആണ്. അതാണ് തമിഴ്നാടിന്റെ വേറൊരു ഗുണം. ശരിക്കും ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് പോവാ ലാസ്റ്റ് ഇല്ല, இன்னும் ഉണ്ട്. നിങ്ങൾ വാ. ഇപ്പം നമ്മൾ വൈകുന്നേരം കറണ്ട് എനി ടൈം ഉണ്ടാവും. കറണ്ടോ? കറണ്ട് ഉണ്ട്. ഉണ്ട്. ഇപ്പം കറണ്ട് പോട്ടിട്ടുണ്ടീங்களா? ஆஃப் பண்ணிருக்கீங்க. ரைட், அது ஒன்றும் பிரச்சனை இல்லை. போங்க. இப்போ நம்ம ஃபேமிலியோட்டு வந்துட்டு இருந்தால் யாருக்கும் தெரியும். இங்கே வந்து இது கேட்டுண்டு நம்ம இறங்கி குளிக்க வைக்க சுவாயிட்டு வேற ഇവിടെ പാത വേറെ ആരും വരത്തില്ല. കുളിക്കാൻ നമ്മ வந்து ഇവിടെ നമ്മ സ്ഥലം ഉണ്ട്. ഫാം ഹൗസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നേരത്തെ കുറച്ച് ഇതായിരുന്നു. ഇത് ഫുള്ള് നമ്മ കസ്റ്റഡിയിലുണ്ട്. ഈ സ്ഥലം ഫുള്ളായിട്ട് ഇപ്പൊ നമ്മ അങ്ങോട്ട് പോവാം. അതെല്ലാം നമ്മുടെ ഉണ്ട്. നമ്മ അങ്ങോട്ട് പോവാം. சுற்றி கரங்கி நோக்கிறதுக்கு மட்டும் உண்டு ഇവിടെ. அப்படியா? என்ன ரொட்டேட்டர், ട്രാക്ടർ. ഓ, ട്രാക്ടറെല്ലാം ഇருக்கு. ഉണ്ട്. ഓക്കെ, ഇത് മറ്റേ ബോർവെല്ലാണോ? അത് പ്ലംബിങ്ങിന്റെ ഇത് സിസ്റ്റം തന്നെ, സോളാർ സിസ്റ്റത്തോടെ ഇത് വാൽവ് എല്ലാ മരത്തുക്കും പോകുമ്പോൾ വെള്ളം അതിൻ്റെ വാൽവ് പ്ലംബിങ് നോക്കി പോകണം കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു കിണറാണ്, പെരിയ കിണർ. ഒന്ന് കാണിച്ച സന്ധി. വലിയ പിന്നെ പെരിയ കിണർ, വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന അത് കാണാമല്ലോ. കണ്ട, ഇതൊരിക്കലും പറ്റത്തില്ലല്ലോ. ഒരിക്കലും പറ്റത്തില്ല കിണർ. സോ ഇതിന് വേണ്ടി ഈ പ്രോപ്പർട്ടിയിലേക്ക് വേണ്ടുന്ന ഈ 22 ഏക്കറിലേക്കുള്ള ഫുൾ വെള്ളം ഈ കിണറിൽ നിന്ന് വേറെ കിണറിൽ നിന്ന് കിട്ടും. റൂം ഉണ്ട്. തങ്ക വയ്ക്കാം. ഓ, അപ്പടിയാ. ചിന്ന ഒരു അമ്പലം. പാരങ്ക നോക്കടാ. அதாவது 2 பேரும் சேர்ந்து கழிஞ்சா மிக்ஸ் ஆகிட்டு தான் வரும் கேட்டா. ഉണ്ട്. തേങ്ങ കിടപ്പുണ്ടോ? ഇതുപോലെ നല്ല പ്രോപ്പർട്ടി. കേരളത്തിലോട്ടൊക്കെ തേങ്ങ അയച്ചു വിടുന്ന എല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എടുത്താൽ ബാക്കിയെല്ലാം ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അതെ, റൂമുണ്ട്. അങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കണോ? വേണ്ട. അതെന്താ സ്റ്റോർ റൂമാണോ? ഇല്ല ആൾ ഉയർക്കാ തങ്ക വയ്ക്കാം. അപ്പം ഇത് നമുക്കൊരു ചെറിയൊരു ഔട്ട് ഹൗസ് എന്ന് പറയാൻ പറ്റില്ല. പണിക്കാർക്ക് തങ്ങാൻ വേണ്ടി ഒരു റൂമുണ്ട്. നമുക്ക് വേണമെങ്കിൽ അടിപൊളി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാം ഹൗസ് പോലെ ആക്കാം. നമുക്ക് വന്ന് സ്റ്റേ ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മുടെ അവധി സമയത്ത് സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്.
ഇല്ല ഇവിടുത്തെ മുതലാളി താമസിക്കാൻ വേണ്ടി കെട്ടിയതാണ്. ഓ അപ്പടിയാ? ഇവിടുത്തെ മുതലാളി താമസിക്കാൻ വേണ്ടി. പിന്നെ അവർ താമസിക്കില്ല. പിന്നെ അവിടെ അന്ന് കിടന്നു. ഒരു പാത്രം വേറെ ടാങ്ക് എല്ലാം ഇഷ്ടമുണ്ട്, എല്ലാം കറക്റ്റായിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ഈ കാണുന്നതിന്റെ ബോർഡർ നമ്മള് അത് നമുക്ക് അടുത്ത് തന്നെ, അത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇത് അടുത്ത്. അപ്പൊ ഈ കാണുന്ന മൊത്തം നാരങ്ങ നട്ടേക്കാണ്. ചെറുതായിട്ട് കാണാമല്ലോ. 5 ഏക്കറിന് 5 ഏക്കറിൽ നാരങ്ങ. ഇത് എത്ര നാളാവും ഇതായി വരാൻ വേണ്ടി? മൂന്ന് ഒരു 3-4 കൊല്ലം കൊണ്ട് ഇതിന് നമുക്ക് വിളവെടുക്കാൻ പറ്റും. അതിൽ കൂടെ നമുക്ക് പ്രോഫിറ്റാണ്. സോ ഈ കാണുന്ന ഓരോ തേങ്ങ ഉൾപ്പെടെ ഇതിൽ നിൽക്കുന്ന ഓരോ ഇതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്കുള്ള വരുമാനമാണ്. അല്ല ചുമ്മാ ഒരു വെറുതെ കിടക്കുന്ന ഒരു പ്ലെയിൻ ലാൻഡല്ല. എല്ലാം നമുക്ക് യൂസ്ഫുൾ ആളാണ് സ്ഥലമാണ്. ഇതിൽ തെങ്ങ്, നാരങ്ങ ഇതെല്ലാം ഒരു 2-3-4-5 കൊല്ലം ആകുമ്പോഴത്തെ എല്ലാം ഫുൾ സെറ്റായിട്ട് നമുക്ക് പൈസ ആയിട്ട് കിട്ടും. പൈസ ഇൻ ദ സെൻസ് അതിന് വിളവെടുക്കുന്നു, അത് സെയിൽ ചെയ്ത് നമുക്ക് പൈസയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ത് പ്രോഡക്റ്റ് ചെയ്താലും നമ്മൾ ഉണ്ടാക്കുന്ന ആഹാര സാധനം വെജിറ്റബിൾസ് എന്നും ആവശ്യം വരും. അത് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. ശരിയല്ലേ? ഓക്കെ. വേറെ സാധനം ഉണ്ടാക്കി ചിലപ്പോൾ ആവശ്യമില്ല. ഫുഡും നെല്ലും ആവശ്യമാണ് സാധനം. ഇത് പെട്ടെന്നിട്ട് എടുക്കാൻ പറ്റിയ സാധനമല്ല. ഒരു പാറ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇത് സമയം എടുക്കും. 3-4 കൊല്ലം എടുക്കും. 3 കൊല്ലം കഴിഞ്ഞാൽ ഇത് ഇവിടെ പൈസ കൊടുത്താലും കിട്ടത്തില്ല. അതാ നമ്മളിപ്പോൾ പോകുന്നത് കറണ്ടിൻ്റെ അടുത്തൂടെയാണ്. സോ ബി കെയർഫുൾ. ഒരു 6 അടിക്ക് ഇങ്ങോട്ട് പോവാം. കുറച്ച് ഇങ്ങോട്ട് ഗ്യാപ്പ് ഇട്ട് വരിക. കറണ്ടില്ല. ഇതെല്ലാം കറണ്ട് കേട്ടോ. ഇതിലെല്ലാം കറണ്ട്. ഇപ്പൊ എങ്ങോട്ട് പോകണം? നമ്മ അങ്ങോട്ട് പോയി എവിടെ പോകും? നമ്മ അന്ത വഴിയാ ഫ്രണ്ട് വരും. ഫ്രണ്ട് ഒരു സൈഡിൽ ഏറலாம் நம்ம. நான் பிடிக்க ஒன்றும் பிரச்சனை இல்லைங்க. போ பேடிக்க வேண்டாம் மாசு. അതി പിടിക്കല്ലേ അടി? അടി പിടിക്കുവാ. ഇപ്പുറത്ത് കറണ്ട് ഉണ്ട്, അപ്പുറത്ത് കറണ്ട് ഇല്ല. എൻ്റെ കാജ റാവുത്തർ അണ്ണാ സൂക്ഷിച്ച് വാങ്ങ. സന്ദീപ് ഹലോ അണ്ണാ, ക്യാമറമാൻ താഴെ പോച്ച്. ഹലോ നിങ്ങൾ വെറുതെ മാറി. ഇപ്പം നമ്മളിതിൽ പിടിച്ച് കറണ്ട് ഇല്ല. ഇപ്പോൾ കറണ്ട് ഓഫ് ചെയ്തേക്കുവാണ്. അതുപോലെ ഇതുവരെ കണ്ടായിരുന്നു ചേർക്ക് പിടിച്ചേക്കരുത്, കറണ്ട് അടിക്കും. സോ ബി കെയർഫുൾ. ഇതിലെന്താ ഇട്ടേക്കുന്നത്? ഇതാണ് നാരങ്ങ മട്ടും. ഇതിലേക്ക് എന്നെ വളം ഇടുവേ? ഒന്നിൽ ചാണകം. ഇതെല്ലാം ജൈവ കൃഷിയാണ്. അതായത് ഇതിൽ ചാണകം അല്ലാതെ വേറെ ഒരു കെമിക്കൽ ഇടാറില്ല. അതെ. നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് ബാങ്കിൽ ഇട്ടുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല. ഇതൊരു സാറ്റിസ്ഫാക്ഷൻ വെച്ചാൽ വേറെയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് കാണുക തന്നെ വേണം. ഡബിൾ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുള്ള അടുത്തൊരു കിണറാണ്. സോ ഇങ്ങനെ 2 വലിയ കിണറിൽ നിന്നാണ് ഇതിന് വേണ്ടുന്ന എല്ലാ വെള്ളത്തിൻ്റെയും സംവിധാനം ചെയ്തേക്കുന്നത്. അത് കുഴപ്പമില്ല. ബോസ് എന്നാ ബാ. കണ്ടോ? ഇതൊക്കെയാണ്. ഇത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. മറ്റേ യക്ഷി പ്രേതമൊന്നുമില്ല, മറ്റേ അന്തമാരൊന്നും അല്ല, അതൊന്നും ഇല്ല. നിരവധി പ്രോപ്പർട്ടി ഇപ്പോൾ ഓൺ ചെയ്യുന്ന കേരളത്തിലുള്ള പാർട്ടീസൊക്കെ ഉണ്ട്. സോ അവരുടെ ലിസ്റ്റ് നമ്മൾ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പോകുമ്പോൾ ഞാൻ കാണിക്കാം. ഇതാരുടെ വണ്ടി? എടുത്താൽ നമ്മൾ വണ്ടി തന്നെ. അപ്പം ഇതൊക്കെ നമുക്ക് വളരെ ഇത് നമ്മളൊരു ബൈ ചാൻസ് കിട്ടിയ ഇവിടുത്തെ വണ്ടിയൊന്നുമില്ല. ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി. പേരെന്തോ? രാമമൂർത്തി. രാമമൂർത്തിൻ്റെ വണ്ടിയാണ്. ഇത് നമ്മുടെ വണ്ടിയല്ല. ഇതിന് പിന്നെ ഓക്കെ. സോ കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് ടൈം പാസ്. അണ്ണാ موجود صديق مولانا منستر كله مكان في بيت كله موجود في جين هلو تعال منك شوف അടിക്കോ? ഇല്ല കറണ്ട് ഇല്ല. പതുക്കെ നോക്കണം കേട്ടോ. പുള്ളി കയറി പോണാന്ന്. മതിൽ കയറുമല്ല, മതിൽ ചാടാൻ പറ്റത്തില്ല. നിങ്ങൾ കാണിക്കും. വെള്ളം കണ്ടോ? പളം കിടക്കാം. കൂടുതൽ നിറയോ? നേരത്തെ പരിചയതാ. ഒരെണ്ണം എടുക്കാല്ലേ? പളം കിടന്ന് എടുക്കും പോയി. ഒരെണ്ണം സാമ്പിൾ കൊണ്ടൊരു നല്ല വലിയ സൈസായിട്ട്. അതെ. നാരങ്ങ കിടക്കുന്നുണ്ടോ സന്ദീപ്? ശരിയാണ്. കണ്ട നല്ല ചെറിയ ചിന്ന നാരങ്ങ അല്ല, പെരിയ നാരങ്ങ. കണ്ട കൊച്ചോ അങ്ങനെ കാണിക്ക്.
ഇതുപോലെ ഇത്രയും നല്ല നല്ല ആൾക്കാരാണ് നമുക്ക് വേണ്ടുന്ന ഈ കൃഷി വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി തരുന്നത്. ഇത് ഈ പ്രോപ്പർട്ടിയെ പറ്റി പറയേണ്ട കാര്യമല്ല, ജസ്റ്റ് കണ്ടപ്പോൾ പുള്ളിയുടെ ഒരു ഡെഡിക്കേഷനും പെട്ടെന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ വെള്ളം ഓഫ് ചെയ്യാനൊക്കെ ഓടിപ്പോയപ്പോൾ ഞാൻ ആലോചിച്ചു അവരെത്രമാത്രം ഇതിനകത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്നും എങ്ങനെയാണ് അവരിതിനൊക്കെ കെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. സോ നമുക്ക് കാണാം ബാക്കി കാര്യങ്ങൾ. നമ്മളിതിൻ്റെ വാൾവ് ഓപ്പൺ ആയിട്ടുണ്ട്, അത് ഓട്ടോമാറ്റിക് വാൾവ് ഓപ്പൺ എന്ന് പോയി സി ഈ വാൽവുകൾ ഇങ്ങനെ തിരിക്കുന്ന അനുസരിച്ചിട്ടാണ് ഓരോ സ്ഥലത്തേക്കും ഇതിന്റെ വെള്ളത്തിൻ്റെയൊക്കെ ഇത് നിങ്ങൾ തിരിക്കണം. നിങ്ങൾ പൈസ മുടക്കി ഇത് വാങ്ങിച്ചാൽ മതി. ഇതൊക്കെ ചെയ്യാൻ ആൾക്കാരുണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അത് ശരിയല്ലേ, നിങ്ങൾ തിരിക്കണം, പൈസ മുടക്കി വാങ്ങിച്ചാൽ മതി. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ കാണിക്കുകയാണ്, കണ്ടോ. അപ്പൊ അങ്ങനെ എല്ലാം ഫുള്ള് വെൽ പ്ലാൻഡ് ആണ്. കണ്ടല്ലോ എന്തൊക്കെ ഇത് ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് ഉള്ളത്. നാരങ്ങ, മാങ്ങയുണ്ട്, സർപ്പോട്ട ഉണ്ട്, റംബൂട്ടാൻ ഉണ്ട്. പിന്നെ തേങ്ങ ചക്ക ഉണ്ട്. രണ്ട് മരം, വലിയ മരം, എന്നാലും ജാസ്തിയ നാരങ്ങ, തെങ്ങുണ്ട്. തെങ്ങ് നാരങ്ങ ഇருக்கு. ഓക്കെ, 25-30 ഏക്കറിൽ സ്ഥലം ഉണ്ട്, മരം ഉണ്ട്. ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് പോലും വെറുതെ കിടക്കുന്ന ഒരു സ്ഥലം ഞങ്ങളിൽ എല്ലായിടത്തും ഒന്നി തെങ്ങ്, നാരങ്ങ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സ് ഉണ്ട്. അതെല്ലാം ചിലതൊക്കെ നട്ടിട്ടേ ഉള്ളൂ, ചിലതെല്ലാം ഇതേപോലെ തന്നെ ഫുള്ളി നമുക്ക് ഉപയോഗിക്കത്തക്ക ആയകളാണ്. ഞാൻ നിങ്ങളിത് കാണിക്കാത്തല്ല, എല്ലാ സ്ഥലത്തും ഒരു തെങ്ങ് നിൽക്കുക, പിന്നെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കേണ്ടെന്ന് രീതിയാണ്. എല്ലാ സ്ഥലവും ഇതൊരു തെങ്ങ് അല്ലെങ്കിൽ എന്താ പറഞ്ഞ മാവ്, നാരങ്ങ എന്തെങ്കിലും ഐറ്റം ആയിട്ടുണ്ട്. ഫുൾ ഫില്ലാണിത്. അതുകൊണ്ട് സപ്പോർട്ട് ഇതൊന്നും കഴിക്കാറായിട്ടില്ല. സപ്പോർട്ട് ഉണ്ടല്ലോ, ഇതിലെ കുറേ മരങ്ങളുണ്ട്, ചിലതൊക്കെ കായ്ച്ചു വരുന്നേ ഉള്ളൂ. ഇത് തേക്ക്. ആ, പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു തേക്ക് കുറച്ച് നിൽപ്പുണ്ട്. തേക്കുണ്ട്, അപ്പുറത്ത് ചവക്കമുണ്ട്. പിന്നെ നല്ല മണ്ണാണ് കേട്ടോ, ചുവന്ന മണ്ണ്. അത് ഈ ഓൾമോസ്റ്റ് തമിഴ്നാട്ടിലെല്ലാം ഇങ്ങനെ തന്നെയാണെങ്കിലും കൃഷിക്കൊക്കെ പറ്റിയ മണ്ണാണ്. ഞാൻ വലിയ അഗ്രികൾച്ചർ വിദഗ്ധനൊന്നുമല്ല, പക്ഷേ കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല എല്ലാം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കും, ചുമ്മാ കാട് കയറി കിടക്കുമല്ല. ഇന്ന് കാണാം തന്നെ അത് ഓരോ ചെടിയുടെയും ഓരോ മരത്തിൻ്റെയും ചെടി നോക്കി നല്ല നീറ്റാക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ ഉണ്ടല്ലോ കിടക്കുന്നത്, ഇതെല്ലാം മാവ് മരങ്ങളാണ്. അപ്പം മാമരം എന്ന് പറയേണ്ടത് നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ പറഞ്ഞ ഇഷ്ടംപോലെ മാവിൻ്റെ ഇതുണ്ട്. അതിലിഷ്ടംപോലെ ഇപ്പം അതെല്ലാം പൂത്ത് നിൽക്കുന്നേ ഉള്ളൂ. ഓക്കെ, മാത്രമല്ല ഇതിൻ്റെ ചുറ്റിനൂടെ നമുക്ക് നല്ല വഴിയുണ്ട്. നമ്മളിപ്പോൾ നടന്നതെല്ലാം കൂടുതലും പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ കൂടെയാണ്. അതിൻ്റെ സൈഡിൽ കൂടെ അത്യാവശ്യം നല്ല വഴികളുണ്ട്. ട്രാക്ടർ പോകാം, നമുക്ക് അത്യാവശ്യം വണ്ടികളെല്ലാം കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ പ്രോപ്പർട്ടി വന്ന വണ്ടിയാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചെറിയ റിസോർട്ടുകൾ വെച്ചിട്ട് അതെ, നിങ്ങൾക്കിപ്പോൾ ഇത് പ്രോപ്പർട്ടിയിൽ കുറച്ച് ചെറിയ ഇപ്പം നിങ്ങൾക്ക് ഫോറിനേഴ്സിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന ചെറിയ റിസോർട്ടുകൾ വെച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഗസ്റ്റിനെ കൊണ്ടുവരാം, നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാം. ഇത് ഫുള്ള് ചെത്ത് അതൊന്ന് കാണിച്ച് ബാക്കിലുള്ളതാണ് പുല്ല് എത്താനുള്ള ആ ട്രാക്ടറിൻ്റെ വലിയ ട്രാക്ടറിൻ്റെ ഇതാണ് നടക്കുന്നത്. ട്രാക്ടർ 2 എണ്ണം. ഇതൊന്ന് മറ്റേ ഇതിനുള്ളത് എന്താ മറ്റേ എന്തോന്ന് പറഞ്ഞ അല്ല കിളക്കണത് റൊട്ടേറ്റ് വേണം മുടിയാതെ. ഓക്കെ, അപ്പടിയാ. നമ്മൾ ഇന്ന് ഈ പ്രോപ്പർട്ടി കണ്ടല്ലോ. അപ്പം നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടേ ഉള്ളൂ. ഇത് വിശദമായിട്ട് കണ്ടിട്ട് നിങ്ങൾ നല്ലൊരു ഉചിതമായ തീരുമാനമെടുക്കുക. നിങ്ങൾ ഈ പ്രോപ്പർട്ടി ഒന്ന് കാണുക. ഈ വീഡിയോയിൽ കാണുന്നതിലും വളരെ ഭംഗിയാണ് ഈ പ്രോപ്പർട്ടി കാണാൻ. നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിൽ ചെറിയ റിസോർട്ട് പോലെ ചെറുതല്ല ഇഷ്ടം പോലെ റിസോർട്ടുകൾ ചെയ്ത് കഴിഞ്ഞാൽ, ചെറിയ റിസോർട്ടുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഫോറിനേഴ്സിനെ ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ അത്യാവശ്യം മൊബൈലിനൊക്കെ നല്ല റേഞ്ച് ഉണ്ട്. സോ നിങ്ങൾക്ക് ലൊക്കേഷനൊക്കെ നിങ്ങൾ അതിൽ മാപ്പ് ചെയ്യുകയാണെങ്കിൽ ഫോറിൻ ഗസ്റ്റിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കറിയാം ഒരുപാട് പേരാണ് പുറത്തുനിന്ന് നമ്മുടെ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്താൽ അങ്ങനെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. സോ എന്തുകൊണ്ടും ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വർത്താണ്. അത് മാത്രമല്ല, നമുക്കിതിൽ ഒരു ഫാം ഹൗസ് പോലെ സെറ്റ് ചെയ്ത് ഫാം, അതെല്ലാം ആട് മാട് ഇതിനെയൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ തിന്നാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ നമുക്ക് ഒരു വരുമാനമാണ്. അപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പം ടോട്ടൽ 22 ഏക്കർ 22 ഏക്കർ എത്ര സെന്റാ പറഞ്ഞേ? 17 ഏക്കർ 17 സെന്റ് 16 സെന്റ് പ്രമാണമുണ്ട്. അപ്പോൾ അത് കേട്ടല്ലോ, അതിൻ്റെ മെഷർമെന്റ് കേട്ടല്ലോ.
ബാക്കി അതിന് സൈഡിൽ നമുക്ക് കുറച്ച് പുറമ്പോക്കായിട്ടുണ്ട്. അതിപ്പോൾ നിലവിൽ കൃഷി ചെയ്യാണ്ടാവുന്ന ആരും ഇവിടെ ഒന്ന് ശല്യം ചെയ്യാനൊന്നും പോകത്തില്ല. അവിടെ നമ്മൾ തന്നെ അവിടെ നാരകമൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. സോ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നിലവിൽ. തെങ്ങുണ്ട്, നാരങ്ങയുണ്ട്. അതെ, തെങ്ങും നാരകമൊക്കെ ആ പുറമ്പോക്കിലാണ് നിൽക്കുന്നത്. അതൊന്നും അവിടെ അങ്ങനെ നിൽക്കുന്ന പറഞ്ഞാൽ ആരും വന്ന് പിഴുത് കളയാനൊന്നും വരത്തില്ല. ഓക്കെ. അപ്പോൾ നമ്മളിപ്പം പോകുന്നത് ഈ പ്രോപ്പർട്ടി തൊട്ടടുത്ത് ചെറിയൊരു കയർ ഫാക്ടറി ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വേണം നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. സോ നമുക്ക് ആ കയർ ഫാക്ടറി കാണാം. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ കയർ ഫാക്ടറിയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഗേറ്റാണിത്. ഇവിടെ എല്ലാ ഗേറ്റും ഫെൻസിങ് തന്നെയാണ്. അതായത് നമ്മുടെ സോളാർ അല്ലേ? സോളാറിൻ്റെ ഫെൻസിങ് ആണ്. അതങ്ങനെ എല്ലാ പ്രോപ്പർട്ടി അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അല്ല നമുക്ക് വേറെ നമ്മുടെ നാട്ടിലേക്കോട്ട് വല്ല പന്നി കയറി അല്ലെങ്കിൽ മറ്റേ ആന കയറി അങ്ങനൊന്നും ശല്യമില്ല. എല്ലാം ഒരു ഫെൻസിങ് ചെയ്തുകൊണ്ട് എല്ലാം സേഫ്റ്റിയാണ്. അപ്പം ഇത് കണ്ടുള്ള ട്രാൻസ്ഫോമറാണ് ആ ഗവൺമെൻറ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടികൾക്ക് നമ്മുടെ പ്രോപ്പർട്ടി എന്നല്ല, ഇവിടുത്തെ എല്ലാ പ്രോപ്പർട്ടിക്കും ഇതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കറണ്ടിൻ്റെ സംവിധാനമുണ്ട്. അത് ഫ്രീ ആണ്. ഇതൊരു വ്യവസായത്തിലെല്ലാം ഫ്രീ ആണ്. ഒന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം കറണ്ടും കണക്ഷനൊന്നും ഇല്ലാത്തടത്താണെങ്കിൽ ഒരുപാട് പൈസ മുടക്കിയാൽ മാത്രമേ കറണ്ട് എത്തിക്കാൻ പറ്റൂ. സോ ഇത് തൊട്ടടുത്ത് തന്നെ ഈ സംവിധാനങ്ങളെല്ലാം നമുക്ക് ഉണ്ട്. വാ അത് സൂം ചെയ്യും. ഇതിനകത്ത് സ്പിൻ ചെയ്ത് വേണ്ട. എയറിന് വേണ്ടിയില്ല. എയർ വെച്ചിട്ട് എല്ലാം ഇതാക്കണം. അത് ഞങ്ങളുടെ അങ്ങനെയുള്ള എന്നോട് ഫ്രണ്ടാ. ആ ഇവിടെയാ. ആണായി കഴിഞ്ഞാൽ പിന്നെ ഏറും. നമ്മൾ ഈ കയർ ഫാക്ടറി ഉണ്ടല്ലോ, നമ്മുടെ കണ്ട പ്രോപ്പർട്ടി തൊട്ടടുത്ത് തന്നെയാണ്. അതിൽ അകത്ത് സൗണ്ട് ആണെന്നും പറഞ്ഞത്. അത് ആ കയർ ഫുള്ള് എയറിലാണ് അതിൻ്റെ ആ മെഷീൻസ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബോസണിൻ്റെ ഫ്രണ്ടിൻ്റെയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടിയിൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മുടെ ഈ കേരളത്തിലെ കൂട്ട് അങ്ങനെ തമിഴ്നാട്ടിൽ ഒരു കമ്പനി തുടങ്ങുന്നതിനോ ഫാക്ടറി തുടങ്ങുന്ന ഒരു ഇതുമില്ല. ഗവൺമെൻറ് ഫുള്ളി സപ്പോർട്ടീവാണ്. സോ നമുക്ക് അങ്ങനെ ഈ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള കമ്പനിയോ മറ്റോ നമുക്ക് റൺ ചെയ്യണമെങ്കിൽ അതും ഈസി ആയിട്ട് നമുക്ക് അവിടെ ചെയ്യാവുന്നേ ഉള്ളൂ. ഈ കാണുന്ന കമ്പനിയുടെ തൊട്ട് പുറത്താണ് നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി. സോ നമുക്ക് കണ്ടല്ലോ, അവിടെ നമുക്കിത് ചെയ്യുന്ന ഒരു തടസ്സം ഉണ്ടാകത്തില്ല. നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിലോ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. നമ്മൾ ഡയറക്റ്റ് പാർട്ടിയായിട്ടാണ് ഡീൽ. നിങ്ങൾക്ക് അവിടെ വന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരാൻ പറ്റും. ഓക്കെ.